വളരെ പവിത്രമായ മാസത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ നോമ്പും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ അള്ളാഹു സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ ചില ഒരുക്കങ്ങൾ നമുക്കുണ്ടാവണം. പ്രധാനമായ ഒരുക്കം ഇന്നലകളിലെ നമ്മുടെ പാളിച്ചകൾ റബ്ബിനോട് തുറന്നു പറയണം. അതിനാണ് നമ്മൾ അറബിയിൽ ഇസ്തിഗ്ഫാർ പറയുന്നത്. എന്നിട്ട് വേണം പുതിയത് തുടങ്ങാൻ, എന്നിട്ട് വേണം നോമ്പ് നോക്കാൻ, എന്നിട്ട് വേണം റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ. ആദ്യം വേണ്ടത് ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ തേടണം. ഇന്നഹു കാന ഗഫാറ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് പൊറുക്കുന്ന റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യണം? പൊറുക്കലിനെ തേടണം. അതാണ് ആദ്യത്തെ നമ്മുടെ കാൽവെപ്പ്. നോമ്പൊക്കെ അനുഷ്ഠിക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥന നിർവഹിക്കുന്നതിന് മുമ്പ് അല്ലാഹ് പ്രാർത്ഥന കബൂലാക്കണമെങ്കിൽ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇസ്തിഗ്ഫാറാണ്, ഒന്ന് തൗബയാണ്. തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ അമലുകൾ ആരംഭിക്കേണ്ടത്. സ്വാഭാവികമായും നമുക്ക് ഒരുപാട് തെറ്റുകൾ ഈ ദുനിയാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും. പലതും പല അവയവങ്ങൾ കൊണ്ടാണ്. ചിലത് കണ്ണുകൊണ്ടാണെങ്കിൽ, ചിലത് നാവ് കൊണ്ടാണ്, ചിലത് കൈകൾ കൊണ്ടാണ്, ചിലത് സമ്പത്ത് കൊണ്ടാണ്. അങ്ങനെ ഏതെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബ് തന്നിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ഇല്ലാത്തവരോ, കൈകളില്ലാത്തവർക്ക് ആ കൈ കൊണ്ട് അവർ തെറ്റൊന്നും ചെയ്തില്ല. ആരോഗ്യമില്ലാത്തവരോ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് തെറ്റൊന്നും ചെയ്തില്ല. തന്ന അനുഗ്രഹങ്ങളോ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അതാ പറഞ്ഞത്, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, നിങ്ങൾ അള്ളാന്റെ അനുഗ്രഹങ്ങൾ, തന്ന അനുഗ്രഹങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊരു കമ്പ്യൂട്ടറിലും രേഖപ്പെടുത്താൻ കഴിയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് തന്നു. അതുകൊണ്ട് ആ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി തിന്മകളിലേക്കും തെറ്റുകളിലേക്കും പാപങ്ങളിലേക്കും കുതിച്ചു ചാടിയവരോട് അല്ലാഹ് പറഞ്ഞു, സാബിഖൂ ഇലാ മഗ്ഫിറ, നിങ്ങൾ പാപമോചനത്തിലേക്ക് മത്സരിക്കണം. സാബിഖൂ, നിങ്ങൾ മത്സരിക്കണം. ഒരുപാട് തിന്മകളുണ്ട്. ആ തിന്മകൾ ചുമലിലേറ്റി ജീവിച്ചാൽ പോരാ, പോകുമ്പോൾ എന്തേലും കൊണ്ടുപോകാനുണ്ടാണ്. അതുകൊണ്ട് അതിനെന്ത് വേണം? പാപമോചനം റബ്ബിനോട് ചോദിക്കണം. ജീവിതത്തിൽ ഒരുപാട് തെറ്റ് വന്നവർ, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചോദിക്കാത്തവരുടെ പ്രാർത്ഥനയൊന്നും അല്ലാഹു കബൂൽ ചെയ്യില്ല. നമ്മൾ പ്രത്യേകം പറയണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദുനിയാവുമായി കെട്ടിമറിയുന്നവരാണ്. എന്തെല്ലാം നോമ്പ് കഴിഞ്ഞാലും, എന്തെല്ലാം അള്ളാന്റെ അനുഗ്രഹങ്ങളിലൂടെ കടന്നുപോയാലും നമ്മൾ ദുനിയാവുമായി കെട്ടിമറി. കാരണം നമുക്ക് ദുനിയാവ് എന്ന് പറഞ്ഞാൽ വലിയ മധുരമുള്ളതാണ്, അല്ലേ? റസൂൽ അങ്ങനെയുള്ള പറഞ്ഞു, ഇത്തഖു ദുനിയ, ദുനിയാവ് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ദുനിയാവ് എന്താ? ഹുൽവാണ്, മധുരമുള്ളതാണ്. അത് നൊട്ടി നുണച്ചാൽ ആരും, ദുനിയാവിന്റെ സുഖസൗകര്യങ്ങൾ നൊട്ടി നുണച്ച ആരും അത് വേണ്ടെന്ന് നോക്കൂല. എപ്പോഴും അതിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താന്ന് പഠിക്കാനാണ് അല്ലാഹ് പറഞ്ഞത്, അല്ലേ? അത് പഠിക്കാത്തവനായിട്ട് കുടുങ്ങും, യാതൊരു അംശമില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് ആലി ഇമ്രാനിലെ 13-ാമത്തെ വചനം നമുക്കൊന്ന് കേട്ടു നോക്കാം. അല്ലാഹ് എന്താ പറഞ്ഞത്? സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത്, മോഹങ്ങളുടെ ലോകം മനുഷ്യർക്ക് അല്ലാഹു അലങ്കാരമാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാഹ് അലങ്കാരാക്കിയ മോഹങ്ങളുടെ ലോകം. നമ്മളെപ്പോഴും ഉണ്ടാകും മോഹങ്ങളുടെ ലോകമാണ്. നമ്മൾക്ക് കിട്ടിയത് കൊണ്ടൊന്നും നമ്മൾ മതിയാക്കൂല. നമ്മളതിന്റെ മുകളിൽ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരിക്കും, അല്ലേ? എന്ത് കിട്ടിയാലും, എത്ര കിട്ടിയാലും, സമ്പത്തായാലും വേണ്ട, വസ്തുക്കളായാലും വേണ്ട, എന്തായാലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാകുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളും കാമ്യ വസ്തുക്കളുമാണ് അള്ളാഹു ഭൂമിയിൽ ഒരുക്കിയെന്നുള്ള പറയുന്നത്. സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത്, അതിൽ ആദ്യത്തെ കാമ്യ വസ്തു, മനുഷ്യനെ തള്ളിയിടുന്ന ആദ്യത്തെ വസ്തു മിനൻ നിസാ, ഭാര്യമാരാണ്, പെണ്ണുങ്ങൾ, സ്ത്രീയാണ് നമ്മുടെ കാമ്യ വസ്തുക്കളിൽ ഒന്നാമത്തത്. അതിൽ പോയി പെട്ടാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ഇത്തഖു ദുനിയ, ദുനിയാവിൽ നിങ്ങൾ സൂക്ഷിക്കണം, ഒത്തഖു നിസാ, പെണ്ണുങ്ങളിൽ സൂക്ഷിക്കണം. ഒരു ഹദീസിലും ആണുങ്ങളെ സൂക്ഷിക്കണം എന്ന് അറിയില്ല. എന്താ കാരണം വെച്ചാൽ പെണ്ണുങ്ങളാരും ആണുങ്ങളെ നോക്കിയിട്ട് എന്താക്കലില്ല, വെള്ളർക്കലില്ല. എന്നാലോ
ആണുങ്ങളോ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ വെള്ളർക്കാനാണ് അല്ലേ? അപ്പൊ ദുനിയാവിനെ സൂക്ഷിക്കണം. ഒരു കാര്യമില്ല ദുനിയാവ്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടില്ല, കോടാനുകോടി ഉറുപ്പ്യ സമ്പാദിച്ച ഒരാൾ സ്വന്തം വെടിവെച്ചു അല്ലേ? കോടാനുകോടി. അതൊക്കെ അയാളുടെ കയ്യിലുള്ള സമയത്ത് എത്ര ആളുകൾ ബഹുമാനിച്ചു. ഇപ്പൊ ആർക്ക് വേണം? ഇപ്പൊ എന്തായി? അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തെ കണ്ടവരും അദ്ദേഹവുമായി പരിചയമുള്ളവരും ഒക്കെ വിചാരിച്ചെന്താ, മരണം വളരെ ദൂരത്താണ് അല്ലേ? എന്നാ അല്ല പറഞ്ഞതോ, നെറാഹു കരീബ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മരണം നാം ഏറ്റവും അടുത്താ കാണുന്നത്. യറൗനഹു ബഈദ, അവർ വളരെ വിദൂരത്താണ് മരണം കാണുന്നത്. മനുഷ്യന്മാരൊക്കെ നമ്മളൊക്കെ മരണം നമ്മൾ ദൂരത്താ കാണുന്നത്. പക്ഷെ അള്ളാഹു കാണുന്ന അടുത്താ, തൊട്ടടുത്തുണ്ട്. അങ്ങനെ മരിച്ചു പോവുകയാണ്. അപ്പൊ സമ്പത്ത് എന്ന് പറയുന്നത്, ഭാര്യ എന്ന് പറയുന്നത്, ഏത് ഭാര്യ ആയാലും ഏത് സമ്പത്തായാലും ഏത് ഭർത്താവോ ഏത് മുതലായാലും അലങ്കാരമാക്കാൻ വേണ്ടി അള്ള വിട്ടതാണ്. ഇവിടെ ദുനിയാവിലേക്ക് സീനത്താണ്. അതിലൊരു കാര്യമില്ല. ഇന്നമ ദുനിയ സീനത്തുൻ, ഇന്നമല്ല അംവാലു വല്ല ഔലാദ് സീനത്തുൻ. സമ്പത്തും ദുനിയാവും ഒക്കെ സീനത്താണ്, അലങ്കാരാണ്. അലങ്കാരാക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ സാധനം നിസാ, സ്ത്രീകളാണ്. ഇനി രണ്ടാമത്തെ സാധനം വൽ ബനീൻ, അള്ള അലങ്കാരമാക്കി കയറ്റിവെച്ച സാധനം രണ്ടാമത്തെ മക്കളാണ്. വൽ ബനീൻ, നല്ല നല്ല മക്കൾ, യോഗ്യരായ മക്കൾ, കഴിവുള്ള മക്കൾ. ബാപ്പക്ക് പിന്നാലെ മക്കൾ വളർന്നു വരുമ്പോൾ ആ കുടുംബത്തിലൊരു അലങ്കാര അല്ലേ? എന്റെ മകൻ പഠിക്കുന്നത് ഇന്ന കോഴ്സാണ്. അതിന്റെ മത്സരത്തിലാണ് ആണും പെണ്ണും. വിവരമില്ലാത്ത ആണും പെണ്ണും അതിന്റെ പിന്നാലെ മത്സരിക്കാൻ. ഈ തെറ്റുകളൊന്നും ഒരിക്കലും നമ്മൾ തൗബ ചെയ്യോ? നിങ്ങൾ കള്ളുടിച്ചാൽ തൗബ ചെയ്യും, നിങ്ങൾ പെണ്ണുടിച്ചാൽ തൗബ ചെയ്യും അല്ലേ? നിങ്ങൾ പലിശക്ക് വാങ്ങിയാൽ തൗബ ചെയ്യും, പലിശക്ക് കൊടുത്താൽ തൗബ ചെയ്യും. പക്ഷെ ഈ തെറ്റൊന്നും, കാമ്യ വസ്തുക്കളോടുള്ള പ്രേമം മൂത്താൽ ആരും പടച്ചോനെ ഞാൻ ദുനിയാവിൽ പെട്ടുപോയി, ഞാൻ അതിനോട് വല്ലാണ്ട് പ്രേമം മൂത്തുപോയി, അതുകൊണ്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, പടച്ചോനെ മാപ്പ് കൊണ്ടാണ് നമ്മൾ പറയുക. അതുകൊണ്ട് അള്ള പ്രത്യേകം എടുത്ത് പറഞ്ഞ് നോക്കാം. അപ്പം മക്കള് വലുതായി വരുമ്പോൾ ഒരു 90% ആണും പെണ്ണും ആ വലയപ്പെടും. കുറച്ച് കഴിവുള്ളവരും കുറച്ച് യോഗ്യരും കുറച്ച് നിങ്ങളോട് നന്നായി പെരുമാറുകയും കൂടി ചെയ്യുന്നവരാണെങ്കിൽ പറയും വേണ്ട, പെട്ടുപോകും അല്ലേ? അതുകൊണ്ട് അള്ളാഹ് പറയുന്നത് അതൊക്കെ അലങ്കാര വസ്തുക്കളാണ്. നിങ്ങൾക്ക് അലങ്കരിക്കാം, അഹങ്കരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് എന്താ പറഞ്ഞത്? ബനീൻ, മക്കളും അള്ളാഹു സീനത്താക്കി വെച്ചതാണ്. എന്നിട്ട് പിന്നെന്താ പറഞ്ഞത്? വൽ ഖനാത്തിരിൽ മുക്കന്തറ, കോടാനുകോടി സമ്പത്ത്, അതും സീനത്താണ്. ഒരു കാര്യമില്ല. നിങ്ങളെ കയ്യിൽ കോടാനുകോടി ഉറുപ്പ്യുണ്ട്, നിൽക്കുക, നിങ്ങൾക്ക് എന്താ ഉപകാരം? അതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചിലപ്പം റോട്ടിൽ കൂടെ പോണ കാറ് വാങ്ങും. ഇപ്പം ഓരോരുത്തരുടെ കാറിന്റെ വില, ഇന്ത്യന്റെ പ്രധാനമന്ത്രിന്റെ 100 കോടിയൊക്കെ ഉറുപ്പ്യ വിലയുള്ള കാർ അയാൾ ഉപയോഗിക്കുന്നു. 800 പോയാലും അയാൾ പോണ സ്ഥലത്തെത്തും, അയാൾ പോയ കാറ് കയറിയാലും അയാൾ പോകേണ്ടതെത്തും അല്ലേ? അത്രമാത്രം സേഫ് ആയിരിക്കണം അവർക്ക്, അതുകൊണ്ടായിരിക്കും. എന്നാൽ ഇപ്പൊ ഒരാള് ആത്മഹത്യ ചെയ്തു, അയാൾക്ക് എത്ര കോടിന്റെ കാറാണുള്ളത്? കോടികൾ എണ്ണി തീർക്കാൻ കഴിയില്ല. അതാണ് അള്ളാഹ് പറഞ്ഞത്. അതൊക്കെ കാമ്യ വസ്തുക്കളാണ്. അതിനോടൊക്കെ മോഹം വരും. ഒരുപാട് ആൾക്കാർ വിചാരിച്ചു, പഠിച്ചോണം ഇയാളെന്തിനെ ആത്മഹത്യ ചെയ്ത്, ഇത്രയും തോന്നെ മുതലുണ്ടായിട്ട്. അപ്പൊ സമ്പത്തൊന്നും ഉണ്ടല്ല, സമാധാനത്തിന്റെ സാധനമല്ല, അതൊക്കെ കാമ്യ വസ്തുക്കളാണ്. ഒരുപാട് സമ്പത്തുണ്ടായ നിങ്ങൾ വിചാരിക്കും എന്ത് സമാധാനമാണ്? ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അകന്നാൽ സമാധാനം പോകും, അള്ളാഹിലേക്ക് അടുത്താലോ സമാധാനം കിട്ടും കേട്ടോ. അല്ലാണ്ട് കിട്ടൂല. ആണിനും കിട്ടില്ല, പെണ്ണും കിട്ടില്ല. നമ്മൾ ഓരോന്ന് കഴിയുമ്പോൾ വിചാരിക്കാവും കല്യാണം കഴിഞ്ഞ് ഇനി സമാധാനമായി, വീടായി ഇനി സമാധാനമായി. സമാധാനം അല്ല തരില്ല. അത് നിങ്ങൾ വെറും മോഹലോകത്താണ്. അതുകൊണ്ടാണ് മക്കള്, ഭാര്യ, പിന്നെ കോടാനുകോടി സമ്പത്ത്. അൽ ഖനാത്തിരിൽ മുക്കന്തറത്തി മിന ദഹബി വൽ ഫില്ല, സ്വർണവും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ. എണ്ണം പറഞ്ഞില്ല. ഖനാത്തിരിൽ മുക്കന്തറത്ത്, കൂമ്പാരങ്ങൾ, കൂട്ടിവെച്ച കൂമ്പാരങ്ങൾ. ഇതൊക്കെ ഒരാൾക്കുണ്ടായാൽ കണ്ടാവും. നല്ല സുന്ദരിയായ ഭാര്യ, കഴിവും യോഗ്യതയുള്ള മക്കൾ, കുന്നുകൂടിയ സമ്പത്ത്, പിന്നെ വൽ ഖൈലിൽ മുസവ്വമ, ചേലൊത്ത വാഹനം. ചിലരൊക്കെ മുറ്റത്തൊരു 4-5 വാഹനം ഉണ്ടാവും അല്ലേ? കോടിക്കന്നെ ഉറുപ്പന്റെ.
ഒരു കാര്യമില്ല. എന്താ ഉള്ളത്? ഒരു കാര്യമില്ല. അയാളെ മയ്യത്തട കൊണ്ടാക്കുമ്പോൾ ഈ കാറ് നിറവിളിക്കും, കരയും മയ്യത്ത് പോകുമ്പോൾ, അല്ലേ? അതുകൊണ്ട് കാറ് വേണ്ടതാണോ? എല്ലാം വേണം. പക്ഷെ അതൊക്കെ എന്ത് വേണം? ഇതൊക്കെ അള്ളാഹു അലങ്കാരമാക്കി വെച്ചതാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഞാൻ ആ അലങ്കാരം ഉപയോഗിക്കാം. പക്ഷെ എനിക്ക് അഹങ്കാരം വരില്ല, ഞാൻ കിബർനാവുകയില്ല, ഞാൻ എല്ലാവരോടും വിനയമുള്ളവരായിരിക്കും. ഈ മുതലിനെല്ലാം ഞാൻ സക്കാത്ത് കൊടുക്കും. ഇതൊക്കെയാണ് ചെയ്താൽ അതിന്റെ പണി കഴിഞ്ഞു, അപ്പൊ ക്ലീനായി. അതൊന്നും ചെയ്യാൻ തോന്നൂല, മുക്കാലൊന്നും സക്കാത്ത് കൊടുക്കാൻ തോന്നൂല. ഇപ്പൊ കാറിന്റെയൊക്കെ ഉപയോഗിക്കുന്ന വാഹനത്തിന് സക്കാത്ത് ഇല്ലല്ലോ മൂലി. ഉപയോഗിക്കുന്ന വാഹനം നമുക്ക് എന്ത് ചെയ്യാം? മുതലും ഉള്ള പൈസ മുഴുവൻ സക്കാത്ത് കൊടുക്കാണ്ടൊക്കെ എന്ത് ചെയ്യുക? ഉപയോഗിക്കുന്ന വാഹനമാക്കി മാറ്റാലോ ഒരാൾക്ക്, അല്ലേ? ഒരു 200 കോടി കൊണ്ട് ഒരു വാഹനം കൊണ്ട് വാങ്ങി. ഉപയോഗിക്കുന്ന വാഹനത്തിന് ഇസ്ലാമിൽ സക്കാത്തില്ല. ഉപയോഗിക്കുന്ന വീടിന് മൂപ്പർക്ക് സക്കാത്തില്ല. അപ്പൊ മൂപ്പർ ഒരു 150 വീടുണ്ടാക്കേണ്ട പൈസ കൊണ്ടാണ് മൂപ്പർ വീടുണ്ടാക്കി താമസിക്കുന്നത്. അതിന്റെ പൈസ ഉണ്ടാവില്ല സക്കാത്ത് കൊടുക്കാൻ. കണക്കിൽ അള്ളാനെ പറ്റിക്കുക. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതൊക്കെ തെറ്റുകളാണ്, വലിയ വലിയ തെറ്റുകളാണ് കേട്ടോ. അതുപോലെ ചേലത്ത വാഹനങ്ങൾ, പിന്നെ വല്ല അൻആം, കാലിസമ്പത്ത്. ചിലവ് കാലിസമ്പത്താണ്. ഒട്ടകം, അറബികളെ സംബന്ധിച്ചോളം ഒട്ടകമൊക്കെ വലിയ സമ്പത്താണ്. പിന്നെ ആട് മാംസ്യം, അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് കാലി സമ്പത്ത്, ഇതൊക്കെ അലങ്കാര വസ്തു. വൽ ഹർസ്, ഹർസുകൾ, അതായത് കൃഷിയിടം, എസ്റ്റേറ്റ്. എത്ര എസ്റ്റേറ്റ് അല്ലേ? തേയില, ഇത്ര ഏക്കർ തേയില, ഇതൊക്കെ നിങ്ങളുടെ തന്നെ. സുബ്ഹാനല്ലാഹ്, ഞാൻ അന്തം വിടുക ഇയാളെ മുതൽ കണ്ടിട്ട്, അല്ലേ? ഈ കാറൊക്കെ നിങ്ങളുടെ തന്നെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇപ്പൊ ഇസ്ലാമിന്റെ മുന്തിയ ആളാകുക. മൂപ്പര് അസൂയന്റെ ലാഹൗലാണ്. എനിക്കില്ലാത്തതിന്റെ ഇത് നിങ്ങളുടെ അല്ലേ വാഹനം? 4 ലാഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലാഹൗല പറയും. അപ്പൊ നിങ്ങളേക്ക് എന്ത്, ഇയാൾ ലാഹൗലിയൊക്കെ ചെല്ലുന്നുണ്ട്, ഇയാൾക്ക് നല്ല ദീനാണ്. എനിക്ക് ഇല്ലായിട്ടുള്ള ഇടങ്ങറാ അതിന്റെ ലാഹൗലെ. ജബ്ബ കേട്ടോ. മനുഷ്യൻ നന്നാവണില്ല. ഇനി നോമ്പ് വന്നാൽ നന്നാവില്ല, പെരുന്നാൾ വന്നാൽ നന്നാവില്ല, എന്തു ചെയ്താലും നന്നാവില്ല. നന്നാകണമല്ലോ, ഇതൊന്നും വരാണ്ട് തന്നെ നന്നാകണമുണ്ട്, അല്ലേ? അതിന്റെ മുമ്പ് എന്ത് വേണം? ഒരുങ്ങണം, ഇസ്തിഗ്ഫാർ വേണം. ഇതൊക്കെ നമുക്കൊന്നും തെറ്റാ. സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാന്റെ ദീന് മാറ്റിവെച്ചില്ലേ, ഇല്ലേ? സമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ ദുനിയാവ് ഇപ്പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ വേണ്ടി നയിച്ച അതിന്റെ ഒരു പോയിന്റ് സമയം നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗിച്ചണോ? ഉണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ അള്ളാന്റെ കലാം പഠിക്കാൻ ഉപയോഗിച്ചണോ? ഖുർആൻ പഠിക്കാൻ ഉപയോഗിച്ചണോ? ഖുർആൻ ഓതിക്കണോ? ഇല്ല. അതിന് നമ്മൾ സമയമില്ല. നമ്മൾ മൊബൈലിൽ കളിക്കുകയാണെങ്കിലോ മണിക്കൂറുകളോളായി കളിച്ചോളും, അല്ലേ? ഒരു പ്രയാസമില്ല. ഇതൊക്കെ എന്താ? ഇതൊക്കെ വഞ്ചിക്കപ്പെടുന്ന ചരക്കുകളാണ്. അതല്ലാതെ പറഞ്ഞാല് ദാലിക മതാഉൽ ഹയാത്തി ദുനിയ. ഈ പറഞ്ഞ പെണ്ണ്, ഈ പറഞ്ഞ മക്കൾ, ഈ പറഞ്ഞ സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ, ഈ പറഞ്ഞ സ്വർണവും വെള്ളിയും, ഈ പറഞ്ഞ ചേലത്ത വാഹനങ്ങൾ, ഇതെല്ലാം എസ്റ്റേറ്റും കാലിസമ്പത്തും ഒക്കെ ദാലിക മതാഉൽ ഹയാത്തി ദുനിയ. ഇതെല്ലാം ദുനിയാവിന്റെ വിഭവങ്ങൾ മാത്രമാണ്. ഒരു താൽക്കാലിക വിഭവത്തിനാണ് മത്താവ് അറിയാം. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അള്ളാഹുവിന്റെ അടുത്ത് തിരിച്ചെത്തിയാലാണ് ഏറ്റവും നല്ല സൗകര്യമുള്ള, ഇതിനേക്കാളൊക്കെ ഉത്തമമായി പറഞ്ഞ സാധനങ്ങളൊക്കെ. പെണ്ണാണെങ്കിൽ ഹൂർലിങ്ങളാണ്, അല്ലേ? ഇവിടെ ഹൂർലിങ്ങൾ ഉണ്ടാവില്ല. സവ്വജ്നാഹും ബിഹൂരിൻ അല്ലേ? അപ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വസ്തുവിൽ ഒന്ന് പെണ്ണാണ്. ഏത്? സുന്ദരിയും സുശീലയും കോമളവും ഒക്കെ, അല്ലേ? നല്ല പെരുമാറ്റമുള്ള. അത് ഇവിടെ കിട്ടിയാലും വലിയ പ്രയാസമാണ്, പക്ഷെ കിട്ടാൻ പ്രയാസമാണല്ലോ. ഒക്കെ പറയാൻ നല്ല എളുപ്പമാണ്. സുശീല, കോമള, സുന്ദരി, അല്ലേ? പിന്നെ ഓളിങ്ങനെ വന്ന് മുറ്റത്ത് നിന്നാൽ, അല്ലെ വാതുക്കൽ നിന്നാൽ, അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടണ്ടേ? എവിടെ ഇല്ലല്ലോ. പാട്ടുകാർക്ക് പാടാ. പൂന്തിങ്കളാകുന്നു ഭാര്യന്ന്, പൂതനയാകുന്നു ഭാര്യന്ന് മാറ്റിപ്പാടൽ തുടങ്ങി. എന്താ കാരണം? അതാണ് ഞാൻ പറഞ്ഞത്, മടുക്കുകയാണ്. ഈ പറഞ്ഞ സാധനമൊക്കെ മടുത്തില്ലേ? ആർക്കാ മടുക്കാത്തത്? ഇതിലിപ്പോ ഏതാ മടുക്കാത്തത്?
എസ്റ്റേറ്റ് ഒരുപാടുണ്ട്, പക്ഷെ ഇപ്പം എസ്റ്റേറ്റിലേക്ക് പോക്കില്ല. കാരണം മടുത്തുന്നു, യാത്ര മടുത്തു, വാഹനങ്ങൾ മടുത്തു, ഭാര്യ മടുത്തു, സമ്പത്ത് എണ്ണീട്ട് മടുത്തു. സ്വന്തമായിട്ട് ഇപ്പം എണ്ണയില്ല, അതുകൊണ്ട് എണ്ണാൻ പറ്റാത്തതുകൊണ്ട് മെഷീൻ വാങ്ങിച്ച മടുത്തിട്ട്. പൈസ എണ്ണാനേ മൂപ്പർക്ക് മടിയാ, അത്രമാത്രം പൈസ ഉണ്ട്. അപ്പം മെഷീൻ വാങ്ങി, എന്നിട്ട് മെഷീൻ എണ്ണി കൊടുക്കുക. കാരണം അത്ര മടുത്താണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ എന്തൊക്കെ ചരക്കുകൾ, ഈ ചരക്കൊക്കെ അള്ളാഹു മത്താവുൽ ഗുറൂറാണ്, വഞ്ചിക്കപ്പെടുന്ന ചരക്കാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. ഈ വഞ്ചിക്കപ്പെടുന്ന ചരക്കിലൊക്കെ നിങ്ങൾ പോയി പെടും എന്നുള്ളവർക്ക്, അങ്ങനെ പെട്ടുപോയ ആളുകൾ അള്ളാഹിനോട് ദുആ ചെയ്തിട്ടോ അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്തിട്ടോ ഒരു കാര്യമില്ല, ഒരു പ്രതിഫലം ഉണ്ടാവില്ല, ഒരു ഉത്തരവും ഉണ്ടാവില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ വേണ്ടി സഹാബത്തിനോട് പഠിപ്പിച്ച, നബി പ്രാർത്ഥിച്ച 5 നേരവും നബി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന മഹാനായ സയ്യിദ് ഇബ്നു അബി വഖാസ് പഠിപ്പിക്കുകയാണ്. യുഅല്ലിമു ബനീഹി, ഈ പ്രാർത്ഥന സയ്യിദ് ഇബ്നു അബി വഖാസ് തന്റെ മക്കളെ പഠിപ്പിച്ചു. ഹൗലായിൽ കലിമാത്ത്, ഈ പ്രാർത്ഥന. കമാ മുഅല്ലിമുൽ ഗിൽമാനിൽ കിതാബ്, അധ്യാപകന്മാർ കുട്ടികളെ കിതാബ് പഠിപ്പിക്കുന്നത് പോലെ സയ്യിദ് ഇബ്നു അബി വഖാസ് തന്റെ മക്കളെയും പഠിപ്പിച്ചു ഈ പ്രാർത്ഥന. ഇത് ഫയഖൂൽ, എന്നിട്ട് അദ്ദേഹം പറയാ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഅവ്വദു മിൻഹുന്ന ദുബ്റു സലാത്ത്, നമസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എന്നിട്ട് ആ പ്രാർത്ഥന മക്കളെ പഠിപ്പിച്ചു, അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്താ നോക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ, അല്ലാഹുവേ ഞാൻ നിന്നോട് ഭീരുത്വത്തിൽ നിന്ന് രക്ഷ തേടുക. ഭീരു ആയാണ്ടല്ലോ, പേടി പെട്ടെന്ന് കേൾക്കുമ്പോൾ പേടി പറഞ്ഞാൽ ഉറുക്കി നൂറിൻ്റെ അതിലേക്ക്, ആ പേടിയല്ല. പേടിയുള്ള ആള് നിലപാടില്ലാത്തവനായിരിക്കും. പിന്നെ എനിക്ക് നിലപാടുണ്ടാവില്ല പേടിയുള്ള ആൾക്ക്. മനസ്സിലായ? നമുക്ക് ഭാര്യനെ പേടിയാണ്, അപ്പം നമുക്ക് നിലപാടുണ്ടാവില്ല, തുറന്നു പറയില്ല, അല്ലെ? ഭർത്താവിനെ പേടിയാണ്, അപ്പൊ തുറന്നു പറയില്ല, സത്യം പറയില്ല, നിലപാടുണ്ടാവില്ല. അയൽപ്പക്കത്തുള്ള ആൾക്കാരെ പേടിയാണ്, അതുകൊണ്ട് സത്യം തുറന്നു പറയില്ല. അതുകൊണ്ട് ആദ്യം ചോദിക്കേണ്ടത് നിലപാടുണ്ടാവണം. എന്ത് വേണം? ഒരു വിശ്വാസിക്ക് താൻ മനസ്സിലാക്കിയ സത്യത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പേടി ഉണ്ടാവരുത്. അത് അള്ളാഹിനോട് അഭയം തേടണം. അതിനല്ലേ അള്ളാഹ് പറഞ്ഞു, ഇന്നല്ലതിനെ കാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, അള്ളാഹു ഏകനാണെന്ന് പ്രഖ്യാപിച്ച് സ്ഥിരചിത്തമായ മനസ്സോടും കൂടി ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പേടി ഉണ്ടാവരുത്. അങ്ങനെ പേടില്ലാത്ത ആളുകൾ അവർ ഒരു അള്ളാഹിനോട് എപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ, ഭീരുത്വത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു. എന്താ കാരണം? എവിടെയും പോയിട്ട് സന്ദർഭത്തിനനുസരിച്ച് സംസാരിച്ചാളും, അല്ലേ? പേടിയുള്ളവര്. അതിലെന്റെ കാരണം ആരെയും പേടിക്കാത്തവരോ ഓല് ഹക്ക് തുറന്നു പറയും, ഇല്ലേ? ഓൽക്ക് ആരെയും പേടിയുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ജുബിന് നിന്ന് അള്ളാഹ് റസൂല് അഭയം തേടും. രണ്ടാമത്തത് അഊദു ബിക അൻ അറുദ്ദ ഇലാ അർദിൽ ഉംർ, അല്ലാഹുവേ എനിക്കെന്ത് വേണം? വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തേക്ക് മടക്കരുത് തന്നെ. വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തേക്ക് മടക്കിയ കുട്ടികളെ മാതിരിയാവും, അല്ലേ? പ്രായമുള്ള ആളായി ആരായി മാറും? ചെറിയ കുഞ്ഞുങ്ങളെ മാതിരിയാവും. പെരുമാറ്റം, സ്വഭാവം, അല്ലേ? ഭയങ്കര വാശിയായിരിക്കും. ആ അവസ്ഥയിലേക്ക് പഠിച്ചോളാൻ എനിക്ക് പ്രായം തരരുത്. എന്നാൽ പ്രായോ ഏറ്റവും വലിയ അനുഗ്രഹം, അല്ലേ? വാർദ്ധക്യം അങ്ങേയറ്റത്തേക്ക് പോയാൽ അത് അപകടമാണ്. നേരെ മറിച്ച് ആരോഗ്യമുള്ള പ്രായോ, അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു ആരാണ് ഏറ്റവും മഹാവലിയ ഭാഗ്യവാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അദ്ദേഹം ദീർഘായുസ് ലഭിച്ചു, വഹസുന അമലു, അമല് നല്ല നിലക്ക് ചെയ്യാൻ കഴിയുകയും അതോടൊപ്പം പ്രായം കൂടുകയും ചെയ്താൽ മഹാഭാഗ്യവാൻ. അങ്ങനെ പ്രായം ഇഷ്ടം പോലെ കിട്ടി, അള്ളാഹ് കൊടുത്തു. ആ കിട്ടിയ പ്രായം മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗിച്ചു, അത് വലിയ ഭാഗ്യമാണ്. അതിനെന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന നടത്തണം. ജുബിന് പിയാപ്പിള വരുന്നുണ്ടാവും, പിയാപ്പിളിനെ പേടിയാണ്. അതുകൊണ്ട് ഇവിടെ മൂപ്പര് എന്ത് തെറ്റ് ചെയ്താലും ഉണ്ടണ്ട. എന്താ കാരണം? നിലപാടുണ്ടാവില്ല അമ്മഷാക്ക്. എന്താ കാരണം? ജബീനാണ് മൂപ്പര്. എന്താ കാരണം? കേട്ടോ, മക്കളെ പേടിയാ ചില വാപ്പാർക്ക്. കാരണം എന്താ? പൈസ അവന്റെ കൈമല. സുഹൃത്തുക്കളെ പേടിയാ, സത്യം തുറന്ന് പറയില്ല നമ്മള്. സുഹൃത്തുക്കൾ എന്ത് തെറ്റിയതാൽ തെറ്റ് തുറന്ന് പറയട്ടെ, പറയില്ല. എന്താ കാരണം? പേടിത്തൊണ്ടരാ. അപ്പൊ അതാണ് ആദ്യം നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും, പക്ഷെ ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചത്. രണ്ടാമത്തതോ, പ്രായത്തിന്റെ ആധിക്യത്തിലേക്ക് പോയിട്ട് കുട്ടികളെ പോലെ ആയിത്തീരുക. അങ്ങനെ പറഞ്ഞെന്താന്ന് തിരിയാണ്ടാകുക, പ്രാർത്ഥിച്ചില്ലെന്ന് അറിയാണ്ടാകുക,
അതുപോലെ തന്നെ മറ്റുള്ളവരാൽ ശരീരം വൃത്തിയാക്കേണ്ട അവസ്ഥ ഉണ്ടാകുക. എല്ലാം ഒതുണ്ടാക്കിയോ അറിയില്ല, ഭക്ഷണം കഴിച്ചോ അറിയില്ല, അങ്ങനത്തെ പ്രായം. അത് കിട്ടിയിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് നല്ല കാലത്ത് അള്ളാഹിനോട് ദുആ ചെയ്യുക. നല്ല ആരോഗ്യമുള്ള അങ്ങോട്ട് കുറച്ച് ആ പ്രായം തരുക കേട്ടോ. എന്നാലോ പ്രായം തരികയാണെങ്കിലോ അത് എന്തായിരിക്കും? ഹസുന അമലു നന്നാക്കുന്ന പ്രായം കേട്ടോ. ഒരുപാട് പ്രായം കിട്ടി, ഖുർആൻ ഓതി പഠിച്ചു, നിസ്കരിച്ചു, ഇസ്തിഗ്ഫാർ നടത്തി, തൗബ ചെയ്തു, അള്ളാഹിലേക്ക് ഖേദിച്ചു മടങ്ങി, അങ്ങനെ നല്ല പ്രായം കിട്ടി. അൽഹംദുലില്ലാഹ്. തീർത്താ തീരാത്ത ഭാഗ്യം അല്ലേ? നേരെ മറിച്ച് രണ്ടാമത്തേത് പറഞ്ഞതാ. മൂന്നാമത്തേത് വഅഊദു ബിക മിൻ ഫിത്നത്തി ദുനിയ, അഭയം തേടി റസൂലുള്ളാഹി ദുനിയാവിന്റെ ഫിത്നയിൽ നിന്ന്. ഇപ്പൊ നമ്മൾ നേരത്തെ ഓതിയ ചായത്തില്ലേ, അത് ദുനിയാവിന്റെ ഫിത്ന. ഏതൊക്കെ? പെണ്ണ്, സമ്പത്ത്, കൂമ്പാരം അല്ലേ? ഇതൊക്കെ എന്താ ദുനിയാവിന്റെ? പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. മിൻ ഫിത്നത്തി ദുനിയ, ദുനിയാവിന്റെ ഫിത്നയിൽ നിന്ന്. ദുനിയാവിന്റെ പരീക്ഷണം എന്ത്? നമ്മൾ നേരത്തെ സൂറത്തിൽ ആലി ഇമ്രാനിൽ നമ്മൾ 13-ാമത്തെ ആയത്തിൽ ഓതി വെച്ച എല്ലാ വിഷയവും ദുനിയാവിന്റെ പരീക്ഷണം. ആ പരീക്ഷണത്തിന് അള്ളാഹിനോട് എന്ത് ചെയ്യണം? രക്ഷ ചോദിക്കണം കേട്ടോ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം റസൂലുള്ള പറഞ്ഞു, മനുഷ്യന്മാരിതിലൊക്കെ ചെന്ന് പെടാൻ കാരണം എന്താ? ഇന്നഹും യറൗനഹു ബഈദ, മനുഷ്യന്മാർ മുഴുവൻ തന്റെ മരണം വളരെ ദൂരത്താ കാണുന്നത്. ഒരിക്കലും നാളെ മറ്റന്നാളെ ഞാൻ മരിക്കും ചിന്തിക്കുന്നു പോലുമില്ല. ഒരു നേരം പോലും അനന്തിക്കാറില്ല. പെട്ടെന്ന് എന്റെ രൂപം മാറും, എന്റെ സ്വഭാവം മാറും, എന്റെ രോഗം മാറും. എന്താ നിങ്ങൾ പറഞ്ഞത്? തലേന്ന് വരെ ഒന്നുമില്ല, നേരം വെളുത്ത് നോക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താ? സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം കുഴഞ്ഞിരിക്കുന്നു. ആരോഗ്യമുള്ള ചെറുപ്പക്കാര് അല്ലേ കാണില്ലേ? അപ്പം എപ്പോഴപ്പത് നമ്മളിഞ്ഞ് മാറുക? എങ്ങനെ തിരുത്തും? എങ്ങനെ പ്രാർത്ഥിക്കും? എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്? ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ വരാനുള്ള. ഇപ്പൊ വരാത്തവർ വന്നിട്ടില്ലല്ലോ എന്ന് സമാധാനിക്കും. വന്നവരോ അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒരു സെക്കൻഡ് ആരോഗ്യത്തോടുകൂടി അള്ളാഹിനോട് പറയാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, ചുണ്ടനക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു അവൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ചുണ്ടനക്കാൻ ഭാഗ്യമുള്ളല്ലോ, നല്ല കാര്യത്തിന് ചുണ്ടനക്കുന്നില്ല. എപ്പോഴും നമ്മൾ എന്തെല്ലാം ഗീബത്തും പരദൂഷണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അതുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതിലേറ്റവും വലിയ തെറ്റ് നിങ്ങൾ തിരുത്തേണ്ടത് നോമ്പിന്റെ മുമ്പ് ശിർക്കാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. കണ്ടോ? വലഖദ് ഊഹിയ ഇലൈക, നിനക്ക് നാം വഹി നൽകി മുഹമ്മദേ. വഇലൽ ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ളവർക്കും എന്താ തന്നത്? ലഇൻ അശ്റക്ത, തൗഹീദിൽ പേച്ചാൽ, ഏകത്വത്തിൽ, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ നീ പേച്ചാൽ, ലയഹ്ബതന്ന അമലുക, നീ മരണം വരെ ചെയ്ത എല്ലാ അമലും അള്ളാഹിന്റെ അടുത്ത് എടുക്കൂല. ആരോടാ പറയുന്നത്? മുഹമ്മദ് നബിനോ. കേട്ടോ? നീ ചെയ്ത എല്ലാ പ്രവർത്തനവും ഉണ്ടായിപ്പോവും. ലയഹ്ബതന്ന അമലും, നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തകർന്നു പോവും. പോലെ തെക്കൂനെന്ന മിനൽ ഖാസിരി, നീ നട്ടക്കാരിൽപ്പെടും. ആര്? മുഹമ്മദ് നബിയെ. അപ്പം ആദ്യം തിരുത്തേണ്ടത് ഷിർക്കിൽ കേട്ടോ. ഷിർക്ക് വന്നിട്ടുണ്ടോ നോക്കണം, പല നിലക്കും. പിന്നെ ബലില്ലാഹ ഫഅ്ബുദ്, അതുകൊണ്ട് നീ അള്ളാഹനെ മാത്രം ആരാധിക്കണം. വകും മിനശ് ശാകിരീൻ, നന്ദിപൂർവ്വം ജീവിക്കണം. അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിപൂർവ്വം ജീവിക്കുന്ന മനുഷ്യനായി മാറണം. അത് ചെയ്തോ ചെയ്തില്ല എന്നിടയ്ക്കിടയ്ക്ക് നോക്കണം. ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ എൻ്റെ ഈ ആരോഗ്യത്തിന്, എൻ്റെ ഈ കാഴ്ചകൾക്ക്, എൻ്റെ വാഹനത്തിന്, എൻ്റെ ഭക്ഷണത്തിന്, എൻ്റെ ഭാര്യയ്ക്ക്, എനിക്ക് കുടുംബത്തിന് എന്തിനാ റബ്ബെ ഞാൻ നിന്നോട് നന്ദികേട് കാണിച്ച്? വകുമ്മിനെ ഷാക്കിരീൻ, നന്ദിയുള്ളവനാണ് കേട്ടോ. അങ്ങനെ ജീവിക്കേണ്ടത്. പിന്നെ എല്ലാ അനുഗ്രഹങ്ങളും. എന്നാലും അള്ളാഹ് പറയാ, ഇന്നൽ ഇൻസാനല്ല ലലൂമുൻ കഫാർ, മനുഷ്യൻ ഭയങ്കര അക്രമിയും നന്ദി കെട്ടാണ്. അള്ളാഹ് പറയാ, ഇതൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടും കാര്യമില്ല, മനുഷ്യല്ല ലലൂമുൻ കഫാറാണ് കേട്ടോ. അതുകൊണ്ട് മുവഹിദായി, ഷാക്കിറായി, നന്ദിയുള്ളവരായി, ഏകദൈവ വിശ്വാസിയായി ജീവിക്കുക. അങ്ങനെ ചെയ്താലോ അള്ളാഹ് നമുക്ക് സ്വർഗം തരിക മാത്രമല്ല, അള്ളാഹ് പറയാ ശിക്ഷിക്കൂല. യഫ്അലുല്ലാഹു ബിഅദാബിക്കും വഇൻ ശക്കർതും വആമൻതും, നിങ്ങൾ തൗഹീദുള്ളവരും നന്ദിയുള്ളവരുമായി അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ വഖാനല്ലാഹു ഷാക്കിറൻ അലീമ, അള്ളാഹു അങ്ങേയറ്റം നിങ്ങളോട് നന്ദിയുള്ളവനാണ്. നിങ്ങൾ അള്ളാഹിനോട് നന്ദി കാണിച്ചാൽ
അള്ളാഹു ഒരുപാട് നന്ദി ഇങ്ങോട്ട് കാണിക്കും. അള്ളാഹിന്റെ നന്ദി സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തിലേറാൻ നമുക്ക് ഭാഗ്യമുണ്ടാവണം. പരിശുദ്ധ റമദാനാണ് വരുന്നത്. ഒരുപാട് തെറ്റുകൾ ഞാൻ നേരത്തെ വിശദീകരിച്ച ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. എല്ലാ തെറ്റുകളും റബ്ബിനോട് മാപ്പപേക്ഷിക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക, തിരുത്തി തയ്യാറായി നിൽക്കുക. അങ്ങനെ പരിശുദ്ധ റമദാനിലെ 30 ദിവസം കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും സ്വർഗവും നേടി പിരിയാൻ കഴിയും വിധം ഈ പരിശുദ്ധ റമദാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശിർക്ക് ഒരു കാരണവശാലും ജീവിതത്തിൽ ഉണ്ടാവരുത്. അതുപോലെ തന്നെ ബിദ്അത്തുകൾ, ഇത് രണ്ടും സൂക്ഷിക്കണം. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഈ മാസം റസൂലിൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസം അല്ലേ, ഏറ്റവും കൂടുതൽ. എന്നാൽ ശഅബാൻ 15 ഒരു നോമ്പും അള്ളാഹ് റസൂൽ നോറ്റിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ആളുകൾക്കൊക്കെ ഏതാണോ ചെയ്യാത്തത് അത് ചെയ്യാൻ ആ ഭയങ്കര വാശിയുണ്ടാകുക. ഇത് ശഅബാൻ 15 അന്ന് ഖുർആൻ അറിഞ്ഞ ദിവസമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. റമളാനിലാണ് ഖുർആൻ അറിയാത്തവരാരുണ്ടാവില്ല. പക്ഷെ വാശിക്ക് പറയുമ്പം ശവ്വാലില്ല, ശഅബാൻ 15 ഖുർആൻ അറിഞ്ഞത്. അതിന് പ്രത്യേക നോമ്പ് ഉണ്ടല്ലേ. അതുപോലെ നിസ്കാരമുണ്ട്. ഇതൊക്കെ ബിദ്അത്താണ്. ഒരൊറ്റ സഹീഹ് ഹദീസിൽ പോലും ആ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചില്ല. അപ്പൊ അത്തരം ബിദ്അത്തുകളൊക്കെ വരുന്നത് സൂക്ഷിക്കണം. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, പക്ഷേ എല്ലാം ഒരു ഖുത്ബയിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ട് എത്താവുന്ന കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ കഅബ ഷിയാക്കൾ ആക്രമിച്ചു. കഅബയിലേക്ക്, പള്ളിയിലെ കഅബ, ഇന്നത്തെ നമ്മളുടെ കഅബല്ലേ, അത് ഷിയാക്കളിൽപ്പെട്ട കറാമിത്തുകൾ കംപ്ലീറ്റ് അടിച്ച് തകർത്ത് കളഞ്ഞു. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ അടിച്ചു തകർത്ത് കളഞ്ഞു. അപ്പോൾ പള്ളിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ മുഅ്മിനുകളെയും അവർ കൊന്നൊടുക്കി. സങ്കടം സഹിക്കവയ്യാതെ എല്ലാവരും അള്ളാഹിനോട് ദുആ ചെയ്യണം, ആ അപകടത്തിന് രക്ഷപ്പെടുത്താൻ, ഇവരുടെ ഈ ഷറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. പക്ഷെ അള്ളാഹ് കബൂലാക്കണില്ല. വലിയ അപകടമല്ലേ. കഅബ പൊളിക്കുന്നു, കഅബക്കകത്ത് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളെ കൊല്ലുന്നു, മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കുന്നില്ല. സ്വാഭാവികമായിട്ടൊക്കെ ഉണ്ടാവും, ആളുകൾക്ക് പ്രയാസം ഉണ്ടാവില്ലേ, ഉണ്ടാവും. അപ്പോ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ ഷെയ്ഖ് ഇബ്രാഹിമുൽ കിർമാനി, അദ്ദേഹമാണ് അന്നത്തെ കാലത്തെ പ്രസിദ്ധനായ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു ആളുകൾ ചെന്ന് ചോദിച്ചു, ഞങ്ങൾ ഇത്രയും വലിയ മാരകമായ പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് അള്ളാഹു എന്താ നമ്മളുടെ പ്രാർത്ഥന കബൂൽ ചെയ്യാത്തത്? അതിന്റെ കാരണം എന്താ? അപ്പോ ഷെയ്ഖ് ഇബ്രാഹിമുൽ കിർമാനി പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്താൽ പോരാ, എന്ത് വേണം? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞു, ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. ഭയങ്കര ബുദ്ധിപരമായ മറുപടിയാണ്. അഖറു ബില്ല, നിങ്ങൾ അള്ളാഹു ഉണ്ടെന്ന് സമ്മതിക്കും. അള്ളാഹു സാക്ഷാൽ അള്ളാഹു നമ്മളെ വായൽ എപ്പോഴും അല്ല ഉണ്ടാവും. അഖറു ബില്ല, സമ്മതിച്ച് പറയും അള്ളാനെ. എന്നാലോ തറക്കു അമ്രഹും, അവന്റെ കൽപ്പനകൾ എടുക്കൂല, ഒഴിവാക്കും. അല്ല ഉണ്ടെന്ന് ഇങ്ങനെ 24 മണിക്കൂറും പഠിച്ചോന്റെ കൃപ കൊണ്ട് അൽഹംദുലില്ലാ എന്നൊക്കെ ഇങ്ങനെ പറയും. കേൾക്കണം വിചാരിക്കും പിന്നെ അള്ളാന്റെ ഒന്നാളാണ്. തറക്കു അമ്രഹും, ആ അള്ളാന്റെ കൽപ്പന അവരെടുക്കൂല, ഒഴിവാക്കും. അപ്പൊ ഞാൻ ഇന്ന ആലോചിക്കുക, നിങ്ങൾ ആലോചിക്കുക, ഏത് കൽപ്പന നിങ്ങൾ അള്ളാന്റെ അടുത്ത് എന്ന് പറയും. നിങ്ങൾ ഈ പുര ഉണ്ടാക്കി, അള്ളാന്റെ കൽപ്പന എടുത്തോ? ഇല്ല. നിങ്ങൾ വസ്ത്രം വാങ്ങി, നിങ്ങൾ അള്ളാന്റെ കൽപ്പന എടുത്തോ? ഇല്ല. നിങ്ങൾ കല്യാണം കഴിച്ചു, അള്ളാന്റെ കൽപ്പന എടുത്തണോ? ഇല്ല. ഓരോന്നും പരിശോധിച്ചു നോക്കി, ഒന്നും എടുത്തില്ല. എന്നിട്ട് നിങ്ങൾ ഇതായിരിക്കും അള്ളാഹ് കബൂലാക്കൂല. അതാണ് ചുരുക്കി പറയുന്നത് കേട്ടോ. അപ്പം ഒന്നാമത്തെ കാര്യമാണ് അള്ളാഹുണ്ടെന്ന് സമ്മതിക്കുകയും അള്ളാഹിനെ പറ്റി 24 മണിക്കൂറും പ്രസംഗിക്കും, നന്നായി സംസാരിക്കും. പക്ഷെ തറക്കു അമ്രവും, അവന്റെ അള്ളാന്റെ കൽപ്പനകൾ ഉപേക്ഷിച്ചാണ്. രണ്ടാമത്തെ കാര്യമോ, ഇപ്പോൾ കാലു നുഹിബ് റസൂൽ, നമുക്ക് റസൂലിനെ ഭയങ്കര ഇഷ്ടാറ്, പക്ഷെ വലം യത്തബി സുന്ന, അള്ളാന്റെ റസൂൽ ഉപയോഗിച്ച് സുന്നത്തെടുക്കൂല. സുന്നത്തുണ്ടാവില്ല. നിങ്ങൾ നോക്കേണ്ടി, റസൂല പഠിപ്പിച്ച സുന്നത്ത് ജീവിതത്തിൽ ഉണ്ടാവില്ല. ചിലർക്ക് സുന്നത്ത് അറിയാം. ഉദാഹരണം പറഞ്ഞാൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അറിയാം, പക്ഷെ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കില്ല, അങ്ങോട്ട് കിടക്കും. അത് ചിലപ്പം മൊബൈലിൽ ഏതെങ്കിലും യൂട്യൂബും കണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോക്കാം. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി,
അപ്പം റസൂലുള്ളാഹിന്റെ സുന്നത്ത് അറിയാം, പ്രാർത്ഥനയിലെ കിടന്ന് എണീറ്റപ്പോഴും അങ്ങനെ തന്നെ. ഓടുന്ന ആരോ ഫോം വന്നിട്ടാണ് എണീച്ചത്, അതാണ് പ്രാർത്ഥനയില്ല. അതാണ് അള്ളാന്റെ റസൂലിനെ ഭയങ്കര ഇഷ്ടം അറിയും, പക്ഷെ ഇഷ്ടം എങ്ങനെയില്ല, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിൻപറ്റൂല. അതാണ്. അപ്പൊ ആ ആളുടെയും പ്രാർത്ഥന അതാ കബൂലാക്കൂല. മൂന്നാമത്തതോ ഖറഉൽ ഖുർആൻ വലം യഅമലു ബി, ഖുർആൻ പഠിക്കും പക്ഷെ ഖുർആൻ അനുസരിച്ച് ജീവിക്കൂല. അത് 90% ആൾക്കാർ തന്നെ. ഖുർആൻ പഠിക്കും പക്ഷെ ആ പഠിച്ച ആയത്തനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. അപ്പോഴൊക്കെ പല തൊടിഞ്ഞായും പറയും, നിങ്ങൾ ആ ആയത്ത് പഠിച്ചില്ലേ, ആയത്ത് പഠിച്ചില്ല, അങ്ങനെ ആയത്തനുസരിച്ച് ജീവിക്കുന്നത് പറയാനുള്ളത് വെച്ചിട്ട് ഇങ്ങോട്ട് ചാടും അല്ലേ, നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ. അപ്പൊ അല്ല ദുആ സ്വീകരിക്കൂല. ബട്ട പൂജയായിട്ട് കൊണ്ടിരുന്ന ചുരുക്കം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളെ കൽബിനൊരല്പം വേദന ഉണ്ടാവണം കേട്ടോ, സങ്കടം വരണം. ശരിയാണല്ലോ പഠിച്ചോനെ ഈ പറയണമൊക്കെ. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ് ഈ കാര്യം പറഞ്ഞത്, ഷെയ്ഖ് ഇബ്രാഹിമുൽ കിർമാനി. ഖറഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പഠിക്കും പക്ഷെ വലം യഅമലു ബിഹി, ഒരൊറ്റ ആയത്ത് പോലും ജീവിതത്തിൽ പകർത്തൂല. പഠിക്കാൻ നന്നായി പഠിക്കും, നന്നായിട്ട് തിലാവത്ത്. ഇപ്പം അതിന്റെ കാല നല്ല സുന്ദരമായിട്ട് ഈണത്തിൽ ഖുർആൻ ഓതും, പക്ഷെ ആ ഈണം മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ജീവിതത്തിൽ ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ, ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹ് പറയുന്നുണ്ടല്ലോ, എന്താ പറഞ്ഞത്? നിങ്ങൾ കൂനു ഖവ്വാമീൻ അല്ലേ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്തോ കൂനു മാ സാദിഖി, സത്യസന്ധന്മാരാണ് അല്ലേ. പിന്നെ നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെയും നിങ്ങളുടെ അമലുകൾ നന്നാക്കും, യുസ്ലിഹിലക്കും അമാലക്കും അല്ലേ. നിങ്ങളുടെ പാപങ്ങൾ പൂർത്തു തരാം. അതിനെന്ത് വേണം? നിങ്ങൾ സത്യം പറയണം. ആയത്തങ്ങനെ ഓതിപ്പോണ്ട്, പക്ഷെ ഓതി ഖുർആനോടെ വെച്ചോടനെ തന്നെ ഫോമ. നിങ്ങളെവിടെയുള്ളത്? ഞാൻ ബോംബെയിൽ. അല്ല, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണല്ലോ ഇന്ന് പൈസ തരാൻ. ഞാൻ ഇന്ന് തരണം വിചാരിച്ച് പൈസ എനിക്ക് തരാന്ന് പറഞ്ഞ ആൾ തന്നിട്ടില്ല. ആര്? ഖുർആന്റെ ബൂത്തുണ്ട്. ഈ ആയത്ത് ഓതിയിട്ടുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും എന്നൊക്കെ വളരെ മനോഹരമായി ഓതി അപ്പൊ വന്ന ഫോണുകൾ എത്ര പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഖുർആന്റെ ഓരോ ആയത്തും എടുത്തിട്ട് പരിശോധിച്ചാൽ ബയലും അറിയാൻ ഈ ആയത്തൊക്കെ ഉപയോഗിക്കാം, പക്ഷെ ജീവിതത്തിലുണ്ടാവില്ല. അതാ പറഞ്ഞത്. ഖറഉൽ ഖുർആൻ, എന്നാലോ ആ ഖുർആൻ അനുസരിച്ച് എന്ത് ചെയ്യില്ല, ജീവിക്കൂല. അപ്പൊ അത്തരം ആളുകളുടെ പ്രാർത്ഥനയും അള്ളാഹു കബൂൽ ചെയ്യില്ല എന്നാണ് ആര് പറഞ്ഞത്? ഷെയ്ഖ് ഇബ്രാഹിമുൽ കിർമാനി കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞതാരോ, സഅമു ഹുബ്ബുൽ ജന്ന, സ്വർഗം എപ്പോഴും കേൾക്കുമ്പം കൊതിച്ചു പോകും. എപ്പോഴും ഭയങ്കര കൊതിയാ. മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടണം, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ? ഭയങ്കര ആഗ്രഹം സ്വർഗത്ത് പോയാൽ. പക്ഷെ എന്ത് ചെയ്യില്ല, തറക്കു തരീക്ക, ആ മാർഗത്തിലുള്ള അധ്വാനം ഒഴിവാക്കും. സ്വർഗത്ത് പോകാനുള്ള അധ്വാനമില്ല, അത് ഒഴിവാക്കിക്കളയും. ഓൻ വേറൊരു കാര്യമില്ല. നക്റഹുന്നാർ, നരകത്തിന് ഭയങ്കര വെറുപ്പാണ്. അള്ളാന്റെ നരകം പഠിച്ചോനെ എന്താ ഭീകരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ നഊദുബില്ലാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയും. പക്ഷേ സഹമു തരീക്ക, ആ മാർഗത്തിൽ തിരക്ക് കൂട്ടും. എങ്ങനെയെങ്കിലും നരകത്തിലെത്താൻ വേണ്ടി, എങ്ങനെയെങ്കിലും അതിന് കഴിച്ചിലാവാനല്ല, എങ്ങനെയെങ്കിലും നരകത്തിലെത്താൻ വേണ്ടി തിരക്ക് കൂട്ടുക ജീവിതം കൊണ്ട് കേട്ടോ. പിന്നെ വക്കാലു എന്നെ ഇബ്ലീസ് അദുവന, ഇബ്ലീസ് നമ്മളെ ശത്രു എന്ന് പറയും. പക്ഷെ ജീവിതം കൊണ്ട് ഫവാഫക്കു, അവനോട് യോജിച്ചിട്ടുള്ള ഇബ്ലീസ് എന്താ പറഞ്ഞത് അതുപോലെ ചെയ്യാം. ഇബ്ലീസിന്റെ തീരുമാനവും ഇബ്ലീസിന്റെ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിക്കും. ദഹനു അംവാത്തക്കും, മയ്യത്തങ്ങനെ കൊണ്ടുപോയി മറാടും. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കബറിസ്ഥാൻ അല്ലേ ഇല്ലേ. ദഹനു അംവാത്തക്കും, മയ്യത്തുകൾ കൊണ്ടുപോയി മറാടും. ഫലം എഴുത്തബിറു, മറമാടിയോനോ മറമാടാൻ വേണ്ടി കൊണ്ടുപോയവരോ മയ്യത്ത് കുളിപ്പിച്ചവരോ ആരും ഒരു പാടവും ഉൾക്കൊള്ളില്ല. അങ്ങനെ പറയും, ഭയങ്കര ഇന്നായില്ലായൊക്കെ പറയും. പക്ഷെ ഒരു കാര്യമില്ല. ഇത്തരം ആളുകളൊന്നും ദ്വാരന്നാലൊന്നും അള്ളാഹ് കബൂൽ ചെയ്യില്ല എന്നർത്ഥം. ഏകദേശം നമുക്കൊക്കെ എല്ലാവർക്കും ഉത്തരമായിട്ടുണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ കുറെ കാലമായിട്ട് കുറെ പല കാര്യങ്ങൾ അള്ളാഹിനോട് ദ്വാരുന്നു അവസാനം ഉത്തരം കിട്ടാണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിർത്തി വെച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി മതി ദ്വാരുന്നത് അവിടുത്തെ ഉണ്ടാവും. പിന്നെ ഇഷ്താലു ഒയൂബിൻ ഇഖ്വാനിയും,
നാട്ടിലുള്ള മുഴുവൻ ആളുകളെ പറ്റി കുറ്റം പറയും. ഓന്റെ പ്രാർത്ഥന അല്ല കബൂലാക്കൂല. ആളെപ്പറ്റി അയ്ബ് പറയാ, ഓന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കൂല. ഇപ്പൊ നമ്മളൊക്കെ ദ്വാരുന്നാലൊന്നും അല്ല കേൾക്കാത്തതിന് കാരണം അതാ ഉണ്ടോ. പിന്നെ നക്കൽ കുബൂർ ഓ ബനവുൽ കുസൂർ, ഖബർ തട്ടി തകർത്തായാലും കൊട്ടാര സമാനമായ കെട്ടിടങ്ങൾ പടുത്തുയർത്തും. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരും അല്ല അവരുടെ പ്രാർത്ഥന ദുആ ചെയ്യില്ല, സ്വീകരിക്കില്ല. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ഇങ്ങനെ ചിത്രം ഇങ്ങനെ ഷേഖ് ഇബ്രാഹിമുൽ കിർമാന്റെ കാലത്ത് ഇതൊന്നും ഇല്ല. പക്ഷെ ഇപ്പുണ്ടല്ലോ അല്ലേ, ഖബർസ്ഥാനൊക്കെ ഇപ്പം എന്തായിരിക്കും ഒക്കെ തട്ടി നിരപ്പാക്കിയിരുന്നു. ഇപ്പം ഒക്കെ വലിയ വലിയ കെട്ടിടങ്ങളാ. അങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങളും സമ്പത്തുക്കളുമുള്ള ആളുകൾ ഭൂമിക്കടിയിലേക്ക് കുഴിച്ചിടുമ്പോൾ ആരും പാഠം പഠിക്കുന്നില്ല ഉണ്ടോ. ഇപ്പൊ വലിയൊരു പണക്കാരനെ കൊണ്ട് കുഴിച്ചിട്ടില്ലേ, ആരാ പാഠം പഠിച്ചത്? ആരും പഠിച്ചില്ല. അയാൾക്ക് അത്രയും പൈസ ഉണ്ടായാലും കോടിക്കണക്കിന് രൂപ വേറെ നാട്ടിലെ മുതലാളിമാരൊക്കെ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ. ഒരുപാട് സിനിമാ നടന്മാരും നമ്മൾ ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാട്ടോ, എനിക്കറിയില്ല പോലെ ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ ചോദിച്ചിട്ടുമില്ല. ഞാനത് ഗീബത്തല്ലേ ആയിരിക്കട്ടെ, ഗീബത്തല്ല ന്യൂസിൽ പറഞ്ഞതാ. പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, വലിയ വലിയ പണക്കാർ ഇപ്പം അങ്ങനെയുള്ള നയിക്കാണ്ട പൈസ ഉണ്ടാക്കാൻ ഇൻവെസ്റ്റ് ചെയ്താണ്. ഒരാൾ അത്യാവശ്യം തർക്കമില്ലാത്തൊരു ബിസിനസ് ഉണ്ട്, അവിടെ ലാഭം ഉണ്ടെന്ന് കണ്ടാൽ അതിന് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പം ആ ഇൻവെസ്റ്റ്മെന്റാണ് ഇപ്പം അയാളെ സ്വയംന്റെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നാണ് കേൾക്കുന്നത്. അള്ളാഹുവില്ല. ഏതായിരുന്നാലും പണം കൊണ്ടൊന്നും ഒരു പ്രശസ്തി കൊണ്ടൊന്നും ഒരു കാര്യമില്ല. മരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖും അനുഗ്രഹവും നൽകുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിച്ച് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാലം അള്ളാഹുവിന് സൽക്കർമ്മ നിരതമായ ജീവിതം നയിച്ച് മരിച്ചു പിരിയുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ വലതു കൈയിൽ നമ്മുടെ കർമ്മരേഖ അള്ളാഹു നേരിട്ട് നൽകുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع الدعاء وتب إلينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.